ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോൾ ഇൻ ലവ് എന്ന് പറയുന്ന ചൈനീസ് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമയെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. ഓൾമോസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കുറച്ച് പേര് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിനെ കാണിക്കുന്നത് നമ്മുടെ ഡ്രാമയിലെ ഹീറോയിനാണ്. ഇവളാണെങ്കിൽ ഡയറി ചെയ്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആർമീസിനൊക്കെ കാണിക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഫോട്ടോ നോക്കിയിട്ടായിരിക്കും ഡയറി ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇവളാണെങ്കിൽ പറയുകയാണ് എനിക്ക് അവിടേക്ക് പോകാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോയിൻ ഡയറി ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അവൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ നോക്കുന്നുണ്ട്. ഈ ഫോട്ടോയിൽ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ അമ്മ അച്ഛനൊക്കെയാണ് കേട്ടോ. അതുപോലെ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിൻ്റെ ഫോട്ടോയുണ്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ അമ്മ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരിക്കും. ഇവള് പോണത് ഇവളെ ഫാദറിൻ്റെ അടുത്തേക്കാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ സ്റ്റെപ്പ് മദറിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്മയുടെ ആഷസ് എടുത്തിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അവിടേക്ക് പോയിട്ട് ഇഷ്ടമില്ല അമ്മ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാണെങ്കിൽ വേറെ മാരേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവൾക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ല. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സീരീസിലെ ഹീറോനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുകയാണ്. അപ്പോൾ അതേ ടൈമിൽ നമ്മുടെ ഹീറോയിനും അവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു പെണ്ണാണെങ്കിൽ അവനെ ഫ്ലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ മോശം എന്നിട്ട് തിരിച്ച് ഫ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഈ പെണ്ണ് പോകാൻ നിൽക്കുന്ന ടൈമിൽ ഇവളെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോയിസ് കേട്ട് നമ്മുടെ ഹീറോയിൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ബേബി നീ പോവല്ല, നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല, നീ തൽക്കാലം ഇവിടെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് പറയുകയാണ് എനിക്ക് സ്റ്റൊമക്കിൽ നല്ല പെയിനിട്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ ടോക്കിംഗ് ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഈ പെണ്ണ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനം ഹീറോ പൊക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ പെണ്ണ് പോകേണ്ട ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ജാപ്പനീസിൽ എന്തോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ പെണ്ണ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോൻ്റെ സൂട്ട് കേസൊക്കെ തപ്പാണ് കേട്ടോ. അപ്പോൾ ഈ പെണ്ണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഡീസൻ്റ് കളൊന്നുമല്ല. അപ്പോൾ ഇവളെ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ബേബി നീ തപ്പണേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവളാണെങ്കിൽ വീണ്ടും എൻ്റെ അടുത്ത് ക്ലോസ് ആവാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഹീറോയും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഷിപ്പിലാണ് നടക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയും ഇവളുടെ അടുത്ത് നല്ല രീതിയിൽ ക്ലോസ് ഒക്കെ ആവുന്നുണ്ട്. ഈ ടൈമിലാണെങ്കിൽ ഇവരെ റൂം നമ്പർ 6 എന്ന് പറഞ്ഞ 9 അയച്ചിട്ടുണ്ടായിരിക്കും. ഈ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ പെണ്ണിനെ കൊല്ലുന്നുണ്ട് കേട്ടോ. കൊന്നു കഴിഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ ഡെഡ് ബോഡി ഒളിപ്പിക്കുന്ന ടൈമിൽ കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇത് കണ്ട് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾ ഒച്ച വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ വായ പുത്തുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഹീറോ പറയുന്നത് മിണ്ടരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ജാപ്പനീസ് മാത്രമല്ല അറിയുള്ളൂ എന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവൾ ജാപ്പനീസിൽ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവൻ്റെ വിചാരം ഇവൾക്ക് ജാപ്പനീസ് ലാംഗ്വേജ് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഭാഷയിൽ അവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനും തലയാട്ടുണ്ട്. എന്നിട്ട് ഇവൾ പേടിക്കണം. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇവിടെ നടന്നതൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഡെഡ് ബോഡി ഒളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ നല്ല പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ടൈമിലാണെങ്കിൽ അവിടേക്ക് ഒരു സ്റ്റാഫ് വരുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ക്ലോസ് ആയിട്ടിരിക്കുന്നതായിരിക്കും കാണാം. അപ്പോൾ ഈ സ്റ്റാഫും സോറി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിനെ പിടിച്ച് ഇങ്ങനെ വാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ പെട്ടുകി എടുത്ത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല പേടിക്കാവുണ്ട്. അങ്ങനെ ഇവർ പുറത്തേക്ക് വരാണ് കേട്ടോ ഷിപ്പിൽ നിന്ന്. അപ്പോൾ പുറത്തേക്ക് വരുന്ന ടൈമിലാണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളെ കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ജാപ്പനീസ് ലാംഗ്വേജിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. കൂൾ കൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അവനാണെങ്കിൽ അവൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവിടെ ഒരു ചൈനീസ് ഭാഷയിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ ഫ്രണ്ടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ അവളെ കൊന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ജാപ്പനീസ് മാത്രമാണ് അറിയുള്ളൂ, അതുകൊണ്ട് പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഇയാളും പറയുന്നത് കുറച്ച് കെയർഫുള്ളൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ ചൈനീസ് സംസാരിച്ചല്ലോ. അപ്പോൾ ഇത് കേട്ട് ഇവൻ ഷോക്കായിട്ട് പറയണം അവളെ പെട്ടെന്ന് പിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ചൈനീസ് ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞിട്ട് വേഗം കാറിൽ കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ ഇവിടെ ചേസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ പിടിച്ച് കാറിൽ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ വിടാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയാണെങ്കിൽ കേൾക്കണില്ല കേട്ടോ. ടീവനാണെങ്കിൽ പിടിച്ച് വലിച്ച് കാറിൽ കൊണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് നിനക്ക് ചൈനീസ് അറിയാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനും പറയുന്നുണ്ട് അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിന് ചൈനീസും ജാപ്പനീസും ഒക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ അവൻ്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ ഗൺ ചൂണ്ടിട്ട് പറയാണ് മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ അമ്മയുടെ ആഷസ് ഉണ്ടല്ലോ ആ ആഷസ് എടുക്കേണ്ട. ആ സമയത്ത് ഹീറോ ചോദിക്കേണ്ടത് എന്താ ചോദിക്കുമ്പോൾ ഇവള് പറയുന്നത് അമ്മയുടെ ആഷസാന്ന് പറയുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് കൊടുക്കണം, അതിന് വേണ്ട ഞാൻ വന്നേന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് അത്രയ്ക്കാണ് വിശ്വാസമാണില്ല കേട്ടോ. എന്നിട്ട് ഇവൻ പറയുകയാണെങ്കിൽ നീ പറഞ്ഞത് സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് സത്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനിതിന്
വേണ്ട വന്നേക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കും. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയാണ് തൽക്കാലം നീ എന്തായാലും ഇവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവിടെ കയ്യിൽ ഇങ്ങനെ വില കിട്ടുന്നുണ്ടോ എന്നിട്ട് പറയാണ് ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് ആ ടൈമിലാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പ് മദറിനെ കാണിക്കുന്നുണ്ട്, സ്റ്റെപ്പ് സിസ്റ്ററെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് സിസ്റ്റർ ആണെങ്കിൽ അവളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കണം അമ്മ ഞാനിപ്പോൾ കാണാൻ ലുക്കായാലും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മയും പറയുന്നുണ്ട് മോള് ഏഞ്ചലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം എടുക്കാൻ വരുന്ന സമയത്ത് ധാരാളം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയുന്നത് ഇതെൻ്റെ വൈഫിയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നത് എന്താ വിശ്വാസം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പെണ്ണും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ കീയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളവിടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ അടുത്ത ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ പേര് കങ്കെന്നാണ്. നമ്മുടെ ഹീറോയിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ. ഇവനും ഒരു മിലിറ്ററി ഓഫീസറാണ്. അങ്ങനെ നമ്മുടെ കങ്കിനാണെങ്കിൽ ഹീറോയിൻ മീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. പക്ഷേ ഇവനാണെങ്കിൽ അവളെ മനസ്സിലാവണമെന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ലിഫ്റ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ ബാഗൊക്കെ നമ്മുടെ കങ്കാണെങ്കിൽ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും മൊത്തത്തിൽ ഇവൻ ടോട്ടൽ വാച്ച് ചെയ്തിട്ട് ഇവൻ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും ഇങ്ങനെ വെള്ളങ്ങ് വെച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചേക്കണമെന്നല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കും ഇവനെന്തോ സംശയം തോന്നുന്നു വെച്ചിട്ട് ഈ ബേബി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് എൻ്റെ വൈഫാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അന്ന് നമ്മുടെ കങ്കാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ ഹീറോണെങ്കിൽ എടുത്ത് പറയുകയാണ് നീ മര്യാദയ്ക്കായിട്ടൊന്നും പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ നീ കൊന്നുകളെന്ന് പറഞ്ഞിട്ട് ഇവളാണ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിന് നല്ല പേടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിലോ എന്നെ വീട് എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് ഇവനാണെങ്കിൽ ക്ലോസ് ആയിട്ട് ഇവിടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് അല്ല ആക്ച്വലി നമ്മൾ ആക്ടിങ് അല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് നമുക്കത് റിയൽ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ചുമ്മാ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവളാണെങ്കിൽ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയേണ്ടത് തൽക്കാലം നീ ഇവിടെ കിടക്കുന്നു പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കൈത്തെ ലോക്ക് അയച്ചിട്ട് നമ്മുടെ ഹീറോയിനെ ഉണ്ടല്ലോ അവളാണെങ്കിൽ അവിടെ കട്ടിലുമ്പോൾ ലോക്കാക്കി വെച്ചിട്ട് അവനാണെങ്കിൽ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഉണ്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് എങ്ങനെയോ. എന്നിട്ട് ഇവളാണെങ്കിൽ സൂട്ട് കേസ് എടുക്കുന്നുണ്ട്. പക്ഷേ സൂട്ട് കേസ് മാറിപ്പോണ്ട് നമ്മുടെ ഹീറോയിൻ്റെ ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവള് പോകുന്നതാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹീറോ കണ്ടിട്ട് ഇവളെ ചേസ് ചെയ്ത് അവൻ പിറകെ കൂടെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറേ ഓടി കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ കങ്ങനെ റൂമിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഇവൻ വന്നിട്ട് തിരിച്ച് റൂമിൽ നോക്കുന്ന സമയത്തുണ്ടല്ലോ സൂട്ട് കേസ് ഓപ്പൺ നോക്കുന്ന സമയത്ത് സൂട്ട് കേസ് മാറിയിട്ടോ നമ്മുടെ ഹീറോയിനെ പെട്ടിയായിരിക്കും ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ പെട്ടി അവൾ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഈ ടൈമിൽ കങ്ങനെ റൂമിൽ കയറിയത് കൊണ്ട് അവിടുത്തെ ആർമീസൊക്കെ ഇവിടെ കണ്ണ് ചൂണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ചിരിച്ചിട്ട് പറയുകയാണ് എനിക്ക് അങ്ങനെയല്ലേ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവനെ ഓടി വന്ന് ഹഗ് ചെയ്തിട്ടോ. എന്നിട്ട് പറയാം ഇത് ഞാനാണ് സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് സംസാരിക്കേണ്ടത്. ആ സമയത്ത് നമ്മളെ കങ്കന് ഭയങ്കര ഹാപ്പിയൊക്കെ ആവണം കേട്ടോ. ഇവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവന് ചെറുതായിട്ട് ഒരു ഇഷ്ടമൊക്കെ ഇവളോടൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ ചോദിക്കുകയാണ് അല്ല ആ ലിഫ്റ്റിൽ കണ്ടതിൻ്റെ ഭർത്താവാണെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ ഹീറോയും പറയേണ്ടത് അതിൻ്റെ ഭർത്താവ് എന്നല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൻ എന്നെ കിഡ്നാപ്പ് ചെയ്താന്ന് പറയുന്നുണ്ട്. അവൻ ആക്ച്വലി ഒരു പെൺകുട്ടിനെ കൊന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ കങ്കണ് ഷോക്കാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയും അതുപോലെ തന്നെ അവൻ്റെ ആ ഫ്രണ്ടും കൂടി സംസാരിക്കണം. എന്നിട്ട് ഈ ഫ്രണ്ട് പറയാണ് ഒരു പെട്ടി എന്തായാലും മാറിപ്പോയില്ലോ, ഒരു കാരണവശാലും ആ മാപ്പ് അവളെ കയ്യിൽ കിട്ടാൻ പാടില്ല. കാരണം നമ്മുടെ ഹീറോൻ്റെ പെട്ടിലാണെങ്കിൽ ഒരു മാപ്പ് ഉണ്ടായിരിക്കും, ഡെവലപ്മെൻ്ററി മാപ്പ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അത് ഈ സിറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മാപ്പായിരിക്കും. ആ മാപ്പ് വേറെ ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിറ്റി തന്നെ നശിപ്പിക്കുക അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അത് ഒരു കാരണവശാലും അവൾക്ക് അത് യൂസ് ചെയ്യാൻ പാടില്ല, നമ്മൾക്ക് എന്തായാലും അത് പോയി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സിഗരറ്റും കുറ്റി അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ് ഇതാരുടെ ആ കൂടിനെ അവളിൽ നിന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ അവളെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്ററും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അവളുടെ പേര് സൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സ്റ്റെപ്പ് മദർ ഒന്ന് ലൈറ്റ് അടിച്ചിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഈ സ്റ്റെപ്പ് മദർ ഇവളെ വേർത്ത് വലിയ കാര്യത്തിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ വലിയ ഇഷ്ടമൊന്നുമില്ല, ഇവൾക്കും തിരിച്ചാൽ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. എൻ്റെ സ്റ്റെപ്പ് സിസ്റ്ററോട് പറയേണ്ടത് ഇവിടെ നല്ല രീതിയിൽ നോക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ റൂമിൽ കൊണ്ടാക്കാൻ പറഞ്ഞിട്ട് സമയത്ത് നമ്മുടെ കങ്ക് പറയേണ്ടത് ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഉണ്ടല്ലോ ആ പെട്ടി ഉണ്ടല്ലോ നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഹീറോൻ്റെ കയ്യിൽ ആ പെട്ടി അവൻ കണ്ടുണ്ടായിരിക്കുന്നുണ്ടോ. എന്നിട്ട് അവനാണെങ്കിൽ അവൾ കൊണ്ടുപോകണ്ട. അത് കാരണം നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റർക്ക് തീരെ ഇഷ്ടമാവണില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കങ്കും അതുപോലെ ഇവളും വരുന്ന സമയത്ത് ഇവളെ ചെറിയ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഓർക്കാണ് കേട്ടോ. ഇവളെ അമ്മേനെ കുറിച്ചൊക്കെ ഓർക്കണ്ട. അപ്പോൾ ഇവൻ എന്താണെന്ന് ചോദിക്കേണ്ട. അപ്പോൾ ഇവളും പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പഴയകാലം മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഓർത്താന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കങ്ക് പറയുന്നുണ്ട് ഇത് അവൻ്റെ പെട്ടിയെന്ന് പറയുന്നത് നീ സൂട്ട് കേസ് ആക്ച്വലി മാറി എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത്. എന്നിട്ട് ഇത് വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കങ്കും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിനും ഉണ്ടല്ലോ ആ പെട്ടി ഇങ്ങനെ തുറക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററും അവിടുത്തെ സെർവൻ്റൊക്കെ വന്നിട്ട് പറയുകയാണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ലൊരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ പാട്ട് നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കങ്ങിൻ്റെ അടുത്ത് പറയുന്നത് പുറത്തേക്ക്
പോകാൻ പറയുന്നുണ്ട്, കാരണം ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവനിവിടെ നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ പൊക്കമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കങ്കിനെ കൊണ്ടാണ് സ്റ്റെപ്പ് സിസ്റ്റർ അവിടെ നിന്ന് പോകണ്ടായിരിക്കണ്ട. അപ്പോൾ ഈ സ്റ്റെപ്പ് സിസ്റ്റർ വല്ലാത്തൊരു നോട്ടം നോക്കിയിട്ടായിരിക്കും പോകണ്ട, കാരണം ഈ സ്റ്റെപ്പ് സിസ്റ്റർക്ക് ഇവനെ കങ്കിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് നിങ്ങൾ പൊക്കമെന്ന് പറഞ്ഞ സർവൻ്റെ അടുത്ത് ഞാൻ ചേഞ്ച് ചെയ്തോളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്ററാണെങ്കിൽ അങ്ങനെ അടുത്ത് ചോദിക്കുകയാണ് ഇന്ന് തന്നെ കാണാൻ നല്ല ദുഃഖമായിട്ടില്ലെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവന് മാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കങ്ക് പറയുന്നുണ്ട് അവിടുത്തെ ഓഫീസറുടെ അടുത്ത് സ്ട്രേഞ്ച് ആയിട്ട് വല്ലവരും കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇൻഫോം ചെയ്യുന്ന പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പെമ്പിള്ളാരാണ് കാണിക്കുന്നത് കേട്ടോ. ഇവരാണെങ്കിൽ ആർക്കോ വേണ്ടി വെയിറ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് വേറെ ആർക്കല്ല, 2 പേഴ്സണാണ് കേട്ടോ. അവരെ കാണാൻ നല്ല ഹാൻഡ്സം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവരെ ബോയ് ഫ്രണ്ട് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുത്തർ ഇറങ്ങേണ്ട, ഇവൻ്റെ പേര് വാന്, പിന്നെ ഒരുത്തൻ്റെ പേര് പൈനാണ് കേട്ടോ. എന്നിട്ട് ഇവർ ഹായ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഹീറോൻ്റെ സിസ്റ്ററാണ്. എന്നിട്ട് ഇവള് വന്നു കഴിഞ്ഞിട്ട് ലെറ്റർ കൊടുക്കണം. ഈ സമയത്ത് പെയിന് ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് വാൻ പറയുന്നത് എന്താ ചോദിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഇന്ന സ്കൂളിലാണ് പഠിക്കണമെന്നൊക്കെ പറയുന്നത്, എനിക്ക് പെയ്യനെ ഭയങ്കര ഇഷ്ടമൊക്കെ, ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് വാൻ പറയുന്നത് നീ ഒരു പെൺകുട്ടി, പിന്നെ നീ എങ്ങനെയാണ് ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് ഇവളെ എടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഇവളും പറയാണ് പെൺകുട്ടികൾ അങ്ങനെ തരം താഴ്ത്താനൊന്നും പാടില്ല, ഞാൻ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ പെയ്യും അതുപോലെ വാനും നമ്മുടെ കങ്കും ഫ്രണ്ട്സാണ്. ഇവർ 3 പേരും കൂടിയിട്ട് വരാണ് കേട്ടോ. അതായത് ഈ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു കമാൻഡർ ഓഫീസറെ കാണിക്കേണ്ടത്. ഇതിൻ്റെ പേര് സൂന്നാണ് കേട്ടോ. ഇത് നമ്മുടെ കങ്കിൻ്റെ ഫാദറാണ് കേട്ടോ. ആ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫാദറും ഇങ്ങേരും നല്ല സുഹൃത്തുക്കളാണ്. എന്നിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാർട്ടി തുടങ്ങുന്ന ടൈമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആൾ മാപ്പും പരിശോധിച്ച് പ്ലാൻ ഇങ്ങനെ നോക്കണം കേട്ടോ, എങ്ങനെയാണ് അവിടെ കയറേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. ഈ ലേഡി ആണെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ സിസ്റ്റർ തേടി വന്നാൽ ചോദിക്കുന്നുണ്ട് പൊക്കം കുറഞ്ഞ പെൺകുട്ടിനെ കണ്ടോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അവിടുത്തെ സെർവൻ്റെ അടുത്ത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവളാണെങ്കിൽ അവിടെ പമ്മി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ പെയിനും വേനും കാണിക്കുന്നുണ്ട്. നമ്മുടെ പെയ്യാണെങ്കിൽ പറയുന്നത് ഇവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ഗേൾസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനൊരാൾ നിനക്ക് സെലക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ പോണ ടൈമിൽ ആ പെണ്ണിനെ ഇടിക്കുന്നുണ്ട് കേട്ടോ. ഇടിച്ച വശം ഇവനാണെങ്കിൽ അവളെ ചീത്ത പറഞ്ഞു വരാണ്. പക്ഷേ ഇവളെ സൗന്ദര്യം കണ്ട് ഇവനാണെങ്കിൽ മതിമറക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും നല്ല ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഇവളെ തന്നെ നോക്കാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ പെണ്ണ് സോറി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ വാൻ പറയുന്നുണ്ട് സോറി ഒന്നും പറയണ്ട, ഇത് എൻ്റെ മിസ്റ്റേക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ പെണ്ണ് ഭായി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകണ്ട. അപ്പോൾ ഇവളെ നോക്കിയാൽ അവൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പെയ് വന്നിട്ട് ചോദിക്കണം എന്താ വാങ്ങി ഇവിടെ നിൽക്കണം ചോദിക്കണം. അപ്പോൾ പറയാണ് എൻ്റെ സോള് മോഷണം പോയെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ആ പെണ്ണിനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഇവൻ്റെ ഫ്രണ്ടിനാണ് കേട്ടോ. ഇവനാണെങ്കിൽ പറയുകയാണ് നമുക്ക് എങ്ങനെയെങ്കിലും ആ മാപ്പ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും അതിന് വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈമിൽ ഇവളെ മാപ്പ് കണ്ട് അപ്പോഴേക്ക് ഈ മാപ്പ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഡിവോഷൻ്റെ മാപ്പാന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതായത് ഈ സെറ്റിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഈ മാപ്പ് ഉണ്ടെങ്കിൽ പറ്റുമെന്നൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പാട്ട് തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനൊക്കെ അനൗൺസ് ചെയ്യുന്ന ആ സമയത്ത് നമ്മുടെ സൂ ഉണ്ടല്ലോ, സൂ പറയാണ് എൻ്റെ മോനും അതുപോലെ തന്നെ എൻ്റെ ഡോക്ടറിലോ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവർ 2 പേരും ഇപ്പോൾ ഡാൻസ് കളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പെണ്ണിന് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്ക് മാരേജ് ചെയ്യാൻ പോകുന്ന പെണ്ണാണ്, പക്ഷേ കങ്കിനാണെങ്കിൽ തീരെ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ കങ്കാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ നല്ല ലുക്കായിട്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഇവനാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് ഡാൻസ് കളിക്കാൻ വരാൻ പറഞ്ഞിട്ട് കൈ കാണിക്കുന്നത്. അത് കണ്ട് ഈ പെണ്ണും ഈ സ്റ്റെപ്പ് മദറൊക്കെ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അവന് മാത്രമല്ല മൊത്തത്തിൽ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നത് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവളെന്നെ നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹീറോയിന് പേടിയാവുണ്ട്. അപ്പോൾ ഇവനും പറഞ്ഞ് പേടിക്കാണ്ട് എനിക്ക് ഇതിനോട് കുറച്ച് സംസാരിക്കാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം എൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ വരാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളും ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ കങ്കിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പെയ്യും വാനും നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെ നടക്കണമെന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ 2 പേരും ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാൻസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ കങ്കാണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് ആ പെട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നീ ആ പെട്ടി ഓപ്പൺ ചെയ്ത് ചോദിക്കേണ്ട. ആ സമയത്ത് ഹീറോയിൻ പറഞ്ഞാൽ അതെ അതിൽ ഡിവോഷണൽ മാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ അവൻ്റെ പെട്ടിൽ വന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറഞ്ഞിട്ട് അത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സൂട്ട് കേസ് മാറില്ല അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സംസാരമാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സൂ ചോദിക്കുന്നത് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫാദർ പറയുന്നുണ്ട് ഇതെൻ്റെ ഫസ്റ്റത്തെ ഭാര്യത്തെ മോളെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കേണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂവും ആന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ടൈമിൽ അവിടേക്ക് വേറൊരു ഓഫീസർ വരുന്നുണ്ട്. എന്നിട്ട് ആൾ പറയുന്നുണ്ട് ഇവിടുത്തെ ടാൻസിറ്റിയുടെ എന്തായാലും സംരക്ഷണം നമ്മുടെ സൂവിന് കൊടുക്കാം, ആരെങ്കിലും എതിർക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. ആളാണ് ഇത് ടാലൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ സിറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു പൊസിഷൻ. അപ്പോൾ ഈ ടൈമിൽ എല്ലാവരും സൂവിന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂവിന് നല്ല ഹാപ്പിക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ആളും ഒരു നല്ലൊരു പേഴ്സണൊക്കെ ആണെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ഈ ആളും നല്ല ജീനിയസ് ആയിട്ടുള്ള ഒരു പേഴ്സണും അതുപോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ആൾക്ക് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ കങ്കീനും ഹാപ്പി ആവുകൊണ്ട് കങ്ങീൻ്റെ ഫാദറൊക്കെ ആണല്ലോ. അപ്പോൾ അതേ ടൈമിൽ ഒരു
വോയിസ് കേൾക്കുന്നുണ്ട്, എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ കങ്കും അതുപോലെ തന്നെ എല്ലാവരും ആ വോയിസ് കേൾക്കണോടത്തേക്ക് നോക്കുന്നുണ്ട്. അതാരെന്ന് വെച്ചാൽ വേറെ ആരല്ല, നമ്മുടെ ഹീറോ മാസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവൻ പറയാണ് ഈ പൊസിഷൻ ആൾക്ക് കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ കണ്ട് പേടിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, അവളും അവിടെ നിന്ന് ഓടിപ്പോണ്ട്, ഹീറോയിനും അവിടെ നിന്ന് ഓടിപ്പോണ്ടിട്ടാ. അപ്പം നമ്മുടെ കങ്ങിന് കാര്യം മനസ്സിലാവേണ്ടി ഇവനാണ് അവൻ കേട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് നീ ആണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഞാൻ ടാനിൻ്റെ മോനാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ടാൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോൻ്റെ ഫാദറിൻ്റെ പേരാണ്. എന്നിട്ട് പറയാണ് എനിക്ക് ഈ പൊസിഷൻ വേണമെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അവിടുത്തെ ആൾ പറയാണ്, അതായത് സീനിയർ പറയാണ് ആ പൊസിഷനോ നിനക്കൊന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആൾ പറയുന്നുണ്ട് നിങ്ങളുടെ മിലിറ്ററിയുടെ പീരീഡ് 10 വർഷം മുന്നേ കഴിയുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ സർവീസ് ആവശ്യമാണെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എൻ്റെ ഫാദർ ഒരുപാട് മിലിറ്ററിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ കൺട്രിക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ പൊസിഷൻ എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ അയാൾ പറയുന്നുണ്ട് നീ ഒരു കുട്ടി പയ്യനെന്ന് പറയുന്നുണ്ട് കേട്ടോ, എനിക്കൊന്നും ഇത്ര വലിയൊരു പൊസിഷനൊന്നും തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് എന്നെ വെറുതെ കുട്ടി പയ്യനായിട്ടൊന്നും കാണാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ ഓഫീസർ പറയേണ്ടി ഇവനെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ ഒച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഒച്ചെടുക്കണ്ട, നിങ്ങൾ വിളിച്ച ആരും വരില്ല, ഞാൻ വിളിച്ച ആൾക്കാർ വരും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോണെങ്കിൽ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് അവിടേക്ക് കുറച്ച് മിലിറ്ററി ഓഫീസറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട അവർ ഷോക്ക് ആവുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിലോ നമ്മുടെ സിസ്റ്റർ പറയണം ഇവിടെ എന്ത് നടക്കണമെന്ന് വെച്ചിട്ട് ഇവളാണെങ്കിൽ അവിടെ നീങ്ങി നിൽക്കണ്ട, നമ്മുടെ കങ്കാണെങ്കിൽ കണ്ണുകൊണ്ട് നമ്മുടെ ഹീറോയിനെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നിൽക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനും വരുന്നുണ്ട്. എന്നിട്ട് ഇവള് പറയാണ് എൻ്റെ അമ്മയുടെ ആശസ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട് ബേബി നിനക്ക് അതിന് ഷൂട്ട് ചെയ്യാൻ അറിയുന്നൊക്കെയാണ് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കങ്ക് പറയുന്നത് നീ പ്രശ്നമുണ്ടാക്കാണ്ട് ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട് ഇല്ല ട്വിറ്ററിൽ നീ ഒരു കാര്യം ചെയ്യണം, ഈ പൊസിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് ഇടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോസ്റ്റ് ഇടണം എങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ അവന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ നിന്നെ കൊണ്ടുപോകുന്നു പറയുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് അവന് പകരം എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് ഞാൻ അവനെ കെട്ടാൻ പോണ പെണ്ണൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും ഷോക്ക് ആവേണ്ടി നമ്മുടെ ഹീറോ ആണെങ്കിൽ അവളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. സമയത്ത് സിസ്റ്റർ ആണെങ്കിൽ ഭാര്യ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഈ ടൈമിൽ നമ്മുടെ പേയ് പറഞ്ഞത് അവൻ്റെ സിസ്റ്ററാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഹോസ്റ്റലിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പറയേണ്ടത് ഇനി മേലിൽ ഇവിടെ ഒന്ന് ചാടാണ്ട് നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ്റെ അസിസ്റ്റൻ്റെ അടുത്ത് വാൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നോക്കി എന്നൊക്കെ പറയണ്ട. അപ്പോൾ ഇവളും സോറി ബ്രദർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫാദറാണ്. എൻ്റെ മോളെ എങ്ങനെയും രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സൂവിൻ്റെ അടുത്ത് വന്നിട്ട്. അപ്പം നമ്മുടെ സൂവിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട് നീ ടെൻഷനൊന്നും അടിക്കേണ്ട, മോളെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇയാൾക്ക് മോളോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് പറയണം അവൻ പറയുന്ന കണ്ടീഷൻ എന്തായാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു സീറ്റിൻ്റെ പൊസിഷനൊന്നും അവന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ ആരാ സംസാരിക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കങ്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകേണ്ട ഈ ടൈമിൽ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ കോഫി കൊടുക്കുന്നതായിരിക്കും. ഈ സമയത്ത് ഇവൾക്ക് കോഫി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനാണ്. ഈ ടൈമിൽ നമ്മുടെ ഹീറോ വന്നിട്ട് പറയുകയാണെങ്കിൽ നീ ഇവിടെ സുഖവാസത്തിന് എന്താണ് നിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ നമ്മുടെ ഹീറോയിനും പറയേണ്ട ആണോ ചോദിക്കേണ്ട. ആ സമയത്ത് ഹീറോ വന്നിട്ട് പറയാണ് ഈ ആക്ച്വലി കങ്കിനെ മാരേജ് ചെയ്യാൻ പോകുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയേണ്ടത് ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ പറയേണ്ടത് ഞാനിവിടെ വന്ന് തന്നെ എൻ്റെ അമ്മയുടെ ആഷസ് ഇതാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഹീറോ പറയേണ്ടത് അത് മാത്രമല്ല നിൻ്റെ ഉദ്ദേശം എനിക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് പിന്നെ വേറെ എന്ത് ഉദ്ദേശമാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് പറയാണ് നിൻ്റെ ഡയറി ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെ അമ്മ മരിക്കാൻ കാരണം നിൻ്റെ സ്റ്റെപ്സ് മദറല്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ സ്റ്റെപ്പ് മദറാണെങ്കിൽ ഇവളെ അച്ഛനെ വളച്ചെടുത്തിട്ടുണ്ടായിരിക്കും, ആളെ ശരിക്കും അവിടുത്തെ സെർവൻ്റൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിനുള്ള റിവെഞ്ചും കൂടി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് വന്നേക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഹീറോയിനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണത് നിങ്ങൾ എൻ്റെ ഡയറി വായിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയേണ്ടത് അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ അടുത്ത് വന്ന് ക്ലോസ് ആയിട്ട് പറയണേ ആക്ച്വലി നമ്മൾ ക്യൂട്ട് നല്ല ജോഡി കപ്പിളാന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അവൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയണത് നമ്മുടെ കങ്ക് മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കങ്ക് അവിടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് കങ്കാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയണേക്ക് കുറച്ചിനോട് സംസാരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയണത് നീ ഇപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കങ്കും അതുപോലെ തന്നെ ഹീറോ സംസാരിക്കുകയാണ്. നമ്മുടെ കങ്ക് പറയാണ് ഈ പൊസിഷൻ എൻ്റെ ഫാദറിനെ ഇരിക്കട്ടെ, നിനക്ക് ബെനിഫിറ്റാണ് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ഹീറോയും പറയുന്നുണ്ട് ശരി ശരി നീ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ പറയാണ് ഈ ടാനിൻ്റെ ആർമീസ് ഉണ്ടല്ലോ അവിടുത്തെ ആൾക്കാരും അതുപോലെ നമ്മുടെ കങ്കിൻ്റെ ഫാദറിൻ്റെ ആർമീസിനെ ക്യൂട്ടി യോജിപ്പിച്ചിട്ട് കൊളാബ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഇതിന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പാർട്ട് 1 എൻഡ് ആവണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ ബൈ.